പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം: യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഹല്ലേലൂയ. കർത്താവ് വാഴുന്ന നിത്യതയിൽ ഒരു ശാപവും ഇല്ല. ഇന്ന് പകൽക്കാലവും സകല ശാപത്തിനും പരിഹാരം യേശു കർത്താവിൻ്റെ ക്രൂശിലത്രേ. പ്രിയരെ, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഹല്ലേലൂയ നാം വായിക്കുന്ന ശാപത്തിൻ്റെ ഒത്തിരി കണക്കുകളുണ്ട്. ഉൽപ്പത്തിയിൽ ഹല്ലേലൂയ തോട്ടത്തിൽ പാപം ചെയ്ത ഹല്ലേലൂയ ആദമിനെയും ഹവ്വയെയും ഹല്ലേലൂയ അതിന് പ്രേരിപ്പിച്ച പിശാചിനെയും കർത്താവ് ശപിക്കുന്നു. ഹല്ലേലൂയ. വഞ്ചിച്ചവനെ, കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവനെ ശാപത്തിന് അധീനരാക്കി ഹല്ലേലൂയ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ഇതാ ഹല്ലേലൂയ മലാക്കി പുസ്തകം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യത്തിലും ഹല്ലേലൂയ പഴയ നിയമ പുസ്തകത്തിൻ്റെ അവസാനവും കർത്താവ് പറയുന്നു, ശാപം കൊണ്ട് ഞാൻ ഭൂമിയെ സന്ദർശിക്കും, ശാപത്തിന് ഞാൻ പരിഹാരം ചെയ്യും. എന്നാൽ വെളിപ്പാട് പുസ്തകം പറഞ്ഞു നിർത്തുമ്പോൾ ദൈവം പറയുന്നത്, ഇനി ശാപം ഉണ്ടാകത്തില്ല, ഇനി ഞാൻ ശാപം കൊണ്ട് ഹല്ലേലൂയ ഭൂമിയെ നശിപ്പിക്കത്തില്ല, സംഹാര ശബ്ദം കൊണ്ട് ഈ ഭൂമിയെ ഹല്ലേലൂയ ഇനി മുടിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ പ്രോമിസ് അത്രേ. ഹല്ലേലൂയ. മനുഷ്യനോട് ദൈവം കൽപ്പിച്ചത്, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ ഫലവൃക്ഷം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതേ കർത്താവ് ഹല്ലേലൂയ ആദ്യത്തെ ആദാമായ ഹല്ലേലൂയ മനുഷ്യനിലൂടെ ശാപത്തെ ഹല്ലേലൂയ പാപത്തെ ഈ ഭൂമിയിൽ നിറയുമാറാക്കിയെങ്കിൽ ഇതാ അവസാനത്തെ ആദാമായ നമ്മുടെ കർത്താവ് സകല ശാപത്തെയും എടുത്തു മാറ്റുന്നവനത്രേ. ഹല്ലേലൂയ. മനുഷ്യനെ കൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി തീർന്നു, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ശാപഗ്രസ്തമായ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചു. ഹല്ലേലൂയ. മനുഷ്യർ പാപം ചെയ്ത് സ്വസ്നേഹികളായി ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ അവൻ നിത്യമായ രക്ഷയെ അയച്ചു. ഹല്ലേലൂയ. ഒരു വീട്, ശാപത്തിൻ്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ ഒത്തിരി അനർത്ഥങ്ങൾ സംഭവിക്കും. സദൃശ്യവാക്യം 3-33 വായിക്കുന്നു, യഹോവയുടെ ശാപം ദുഷ്ടൻ്റെ വീട്ടിലുണ്ട്, എന്നാൽ നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യമുണ്ടോ? നമ്മുടെ ഭവനം ശാപത്തിൻ്റെ ഭവനമല്ല, മറിച്ച് അനുഗ്രഹത്തിൻ്റെ ഭവനമായി തീരും. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് കീഴിലുള്ള സകല മനുഷ്യരും ശാപത്തിന് കീഴില്ല. എന്നാൽ ഗലാത്യർ 3:13 വേദപുസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രോമിസ് ശാപത്തിൽ നിന്നുള്ള വിടുതൽ അത്രേ. മരത്തിന്മേൽ തൂങ്ങുന്ന എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപത്തിൽ നിന്നും നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചു. ശാപത്തെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. പ്രിയരെ, അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഇനി ശാപത്തിന് കീഴിലല്ല, ശാപത്തിന് അവൻ അധീനനല്ല. കാരണം ക്രിസ്തു അവൻ്റെ ശാപത്തെ എടുത്തു മാറ്റി. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയണം, ലോകത്തിൻ്റെ ശാപത്തിന്, ഒരു ആത്മമണ്ഡലത്തിൻ്റെ ശാപത്തിന് എന്മേലോ എൻ്റെ ഭവനത്തിലോ അധികാരമില്ല. ഞാൻ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. എൻ്റെ ഭവനം കർത്താവിൻ്റെ ഭവനമത്രേ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമത്രേ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ വാ തുറന്ന് ഇങ്ങനത്തെ വാക്കുകളൊന്ന് വിളിച്ചു പറഞ്ഞാട്ട്, ഞാനൊരു ദൈവ പൈതലാ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാ. പ്രിയരെ, അങ്ങനെയെങ്കിൽ കർത്താവ് വാഴുന്ന സ്ഥലത്ത് ഇനി ഒരു ശാപവും ഉണ്ടാകത്തില്ല. ഇതുവരെ ശാപം വന്നു കാണും, ഇതുവരെ ലോകം പറഞ്ഞു കാണും, നിൻ്റെ പിതാക്കന്മാരുടെ ശാപം, നിൻ്റെ വീട്ടിനകത്തെ പാരമ്പര്യ രോഗങ്ങൾ, നിൻ്റെ വീട്ടിനകത്തെ ശാപങ്ങൾ നിന്നെ പിന്തുടരുന്നുവെന്ന് പലരും പറഞ്ഞു കാണും. അതൊരു പഴയ കഥയാണ്. ഇന്ന് പകൽക്കാലം നീ ക്രിസ്തുവിലേക്കൊന്ന് അടുത്ത് വരുമ്പോൾ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ സകല ശാപത്തിൽ നിന്നും, എല്ലാ പാരമ്പര്യത്തിൻ്റെ ശാപത്തിൽ നിന്നും, എല്ലാ ദേശത്തിൻ്റെ ശാപത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചു. എരീഹോ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. നമുക്ക് ചരിത്രം നന്നായിട്ടറിയാം. യോശുവ പറഞ്ഞു, ഈ പട്ടണം ശപിക്കപ്പെട്ടതാ, അവിടെയാ ഹല്ലേലൂയ കണ്ണ് കാണാൻ പറ്റാത്ത ഹല്ലേലൂയ കുരുടന്മാരായ ഭർത്തിമായിരിക്കുന്നത്, അവിടെ
അവിടെയാ ഹല്ലേലൂയ അനുഗ്രഹത്തെ തടയുന്ന ശാപമുള്ളത്, ഗർഭനാശകമായ വെള്ളമുള്ളത്. എന്നാൽ യേശു ആ പട്ടണത്തിൽ കാലുവെച്ചത് പട്ടണത്തിൻ്റെ ശാപത്തെ എടുത്തു മാറ്റി. പട്ടണത്തിൽ സൗഖ്യം വന്നു, പട്ടണത്തിൽ വിടുതൽ വന്നു, പട്ടണത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വന്നു. ശപിക്കപ്പെട്ട ഭവനത്തിൽ യേശു കാലുവെച്ചപ്പോൾ ഭവനത്തിൻ്റെ ശാപം മാറി. ശപിക്കപ്പെട്ട വ്യക്തിയെ യേശു തൊട്ടപ്പോൾ അവൻ യേശുവിലൂടെ അനുഗ്രഹം പ്രാപിച്ചു. ഇന്ന് രാവിലെയും എത്ര വലിയ ശാപമാണെങ്കിലും ആ ശാപത്തിന് ഒറ്റ വേർഡേ ഉള്ളൂ പരിഹാരം. അത് നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമമത്രേ. യേശു എന്നൊരു പേര് നിങ്ങളുടെ വീട്ടിൽ ഉയർത്തുമ്പോൾ തന്നെ ആ നാമത്തിൽ എല്ലാ ശാപക്കെട്ടുകളെയും ദൈവം എടുത്തു മാറ്റും. നമുക്കും അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം പറയുന്ന ഈ വാക്യം ഒന്ന് ഏറ്റുപറയാം. ഇനി ശാപം ഉണ്ടാകത്തില്ല, ഇനി എൻ്റെ വീട്ടിൽ പരാജയം വരത്തില്ല, ശത്രുവിൻ്റെ തന്ത്രത്തിന് എൻ്റെ മേൽ ജയമില്ല. പ്രിയരെ, ഈ ഒരു വാക്കൊന്ന് വിളിച്ചു പറഞ്ഞാട്ട് ഈ വാക്കിൻ്റെ ഹല്ലേലൂയ പ്രവർത്തനം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് രാവിലെയും നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ശാപത്തെ എടുത്തു മാറ്റി നമ്മെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവൻ, ഇന്നും മതിയായവൻ. എല്ലാ ശാപത്തിൽ നിന്നും കർത്താവ് വിടുവിക്കുമാറാകട്ടെ. നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ട നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. ഇനി ഒരു ശാപത്തിനും ഇവരുടെ മേൽ അധികാരമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നിൻ്റെ മക്കളെ കർത്താവിൻ്റെ ആലയമാക്കി മാറ്റിയതുകൊണ്ട്, ദൈവസാന്നിധ്യത്തിൽ പൊതിയുന്നതുകൊണ്ട് ശാപത്തിന് ഇവരുടെ മേൽ ഒരു നാളും ജയമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹമായി തീരട്ടെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ഇവരെ ജയോത്സവമാക്കി നടത്തുന്നതിനാൽ സ്തോത്രം. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.